ഭാഗ്യജാതകം എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതി ബാബുരാജ് പാടിയ ഗാനം ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആണോ പെണ്ണോ അക്കാര്യത്തിൽ അമ്മ മനസ്സിന് വിവേചനങ്ങളൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്കൊപ്പം പിറവിയുടെ നിമിഷങ്ങളിൽ ഉറപ്പായും അച്ഛൻ്റെ സാന്നിധ്യവും കരുതലും വേണം. കുഞ്ഞിന് മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് ഷീ ന്യൂസ് പരമ്പര താരാട്ടാൻ തണൽ വേണം. പെറ്റേണിറ്റി ലീവ് അഥവാ ഭാര്യയുടെ പ്രസവ സമയത്ത് ഭർത്താവിന് അനുവദിക്കപ്പെടുന്ന പ്രസവാനുകൂല്യ അവധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചർച്ചാ വിഷയമാണ്. ആവശ്യമാണെന്നും അനാവശ്യമാണെന്നുമുള്ള തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സ്ത്രീ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു? ഒരു കുഞ്ഞിന്റെ പിറവി രണ്ടിടങ്ങളിലാണ്, അമ്മയുടെ ഗർഭപാത്രത്തിലും അച്ഛന്റെ തലച്ചോറിലും. പ്രസവിക്കുന്നത് സ്ത്രീയാണ്. എന്നാൽ ശരീരവും മനസ്സും രണ്ടായി പിരിയുന്ന നേരത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും ആവശ്യം അച്ഛന്റെ സാമീപ്യം തന്നെയാണ്. സർക്കാർ തലത്തിൽ പെറ്റേണിറ്റി ലീവ് എന്ന പേരിൽ പ്രസവ പരിപാലന അവധി ലഭ്യമാണ്. 1999 സെൻട്രൽ സർവീസ് ചട്ടത്തിൻ കീഴിൽ കേന്ദ്ര ജീവനക്കാരായ പുരുഷന്മാർക്ക് 15 ദിവസത്തെ അവധി അനുവദിച്ചു നൽകി. പ്രസവത്തിനു മുൻപോ അതിനുശേഷമുള്ള 6 മാസത്തിനിടയിലോ ആണ് അവധിയെടുക്കാനാവുക. പൂർണ്ണ ശമ്പളത്തോടെയാണ് അവധി. കുട്ടികളെ ദത്തെടുക്കുന്നതിനും ഈ അവധി ബാധകമാണ്. എന്നാൽ സ്വകാര്യ മേഖലയിൽ പ്രസവ സംബന്ധമായ അവധി പുരുഷന്മാർക്ക് അനുവദിക്കുക എന്നത് ചർച്ച ചെയ്തു തുടങ്ങിയിട്ടേയുള്ളൂ. മുംബൈയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനിയായ സെയിൽസ് ഫോഴ്സ് ആണ് ഇത്തരമൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്. സർക്കാർ തലത്തിൽ നിലവിൽ ഇത്തരത്തിൽ അവധി അനുവദിക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ മേഖലയിൽ ഇത് ആദ്യത്തെ ചുവടുവെപ്പ്. 2009 ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന പ്രമാദമായ ഒരു കേസിൽ പെറ്റേണിറ്റി ലീവിന് അനുകൂലമായ വിധിയുണ്ടാവുകയുണ്ടായി. ഭാര്യയുടെ പ്രസവ സമയത്തെടുത്ത അവധിക്ക് ശമ്പളം കുറച്ചതിനെതിരെ സ്വകാര്യ സ്കൂൾ അധ്യാപകൻ നൽകിയ പരാതിയിലായിരുന്നു സുപ്രധാനമായ വിധി. നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി നിർത്തിയാൽ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ ഭർത്താവ് അടുത്തുണ്ടാവുക എന്ന സ്ത്രീയുടെ ആവശ്യത്തിനു നേർക്കുള്ള സമൂഹത്തിന്റെ മറുപടിയാകണം ഭർത്താവിന് അനുവദിക്കപ്പെടുന്ന പ്രസവാനുകൂല്യ അവധി. അമ്മയുടെ മാനസികാരോഗ്യം യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ മാനസികാരോഗ്യമായി മാറും. അമ്മയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ധാരാളം ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമ്മയ്ക്ക് ഈ ഗർഭധാരണ അവസ്ഥയിൽ തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ പങ്കാളിയിൽ നിന്നും കിട്ടുന്ന സഹായവും സപ്പോർട്ടും എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അത് കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായും അമ്മയുടെ മാനസികാരോഗ്യം കൂടുകയും അമ്മയുടെ മാനസികാരോഗ്യവും കുഞ്ഞിൻ്റെ മാനസികാരോഗ്യമായി പരിണമിക്കപ്പെടുകയും സ്വാഭാവികമായിട്ടും ഇത് ദീർഘകാലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപമായി തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ്. പെറ്റേണിറ്റി എന്ന വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പിതാവിനും അവധി അനുവദിക്കാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും എന്നാൽ അയാൾക്കത് വെറും അവധി ദിനമാകുമെന്നും ഒന്നും ചെയ്യില്ല എന്നുമായിരുന്നു പ്രതികരണം. ഈ ചർച്ച ഇന്ത്യയിൽ പുതുതാണെങ്കിലും ഭേദപ്പെട്ട നിലയിൽ നിയമം മൂലം തന്നെ പുരുഷന്മാർക്ക് അവധി നൽകുന്നുണ്ട് ഫിൻലൻഡും ഡെൻമാർക്കും സ്വീഡനും സെർബിയയും അടക്കമുള്ള രാജ്യങ്ങൾ. സജീവമായ ചർച്ചകൾക്ക് പിന്നാലെ അനുകൂല സാഹചര്യങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ത്രീ സമൂഹം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പെറ്റേണിറ്റി ലീവ് ആവശ്യമോ എന്ന വിഷയം ഷീ ന്യൂസ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആർഎംഒ ഡോക്ടർ മോഹൻ റോയ് ആണ്. ഡോക്ടർ, സ്വാഗതം ഷീ ന്യൂസിലേക്ക്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ് അവളുടെ ഗർഭാവസ്ഥ അല്ലെങ്കിൽ ഗർഭധാരണം, പ്രസവം എന്നൊക്കെയുള്ളത്. ആ കാലഘട്ടത്തിൽ സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ്, പ്രത്യേകിച്ചും ഭർത്താവിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്. അങ്ങനെ ഇരിക്കെ ഈ പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രത്തോളം ആവശ്യമാണ്, അല്ലെങ്കിൽ പെറ്റേണിറ്റി ലീവ് ആവശ്യമാണ് എന്ന് കരുതാൻ ഡോക്ടർ നൽകുന്ന ന്യായീകരണങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ഈ പെറ്റേണിറ്റി ലീവിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കേണ്ടി വരും. ഈ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കിപ്പോൾ പെറ്റേണിറ്റി ലീവ് ഉള്ള 2-3 രാജ്യങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. സെർബിയ, ഫിൻലൻഡ്, സ്വീഡൻ, അപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ വികാസ പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സംഭവിച്ചത് അണുകുടുംബവൽക്കരണം സംഭവിച്ചു. അതായത് കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് മാറി. അണുകുടുംബങ്ങളിലേക്ക് മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ കാര്യം നോക്കാനായി ഭാര്യയ്ക്ക് മാത്രം, ഒരു സ്ത്രീക്ക് മാത്രം ഒരിക്കലും അത് സാധിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി വന്ന ഒരാശയമാണ് പെറ്റേണിറ്റി ലീവ് എന്നുള്ളത്. പക്ഷേ അതിന് സ്വാഭാവികമായിട്ടൊരു മാനസിക തലമുണ്ട്, ഒരു സാമൂഹിക തലമുണ്ട്. അതിൻ്റെ ഒരു മാനസിക തലമെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു സ്ത്രീക്ക് നിർണായകമായ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആർത്തവം തുടങ്ങുന്നത്. 2,
പ്രസവവും, ഗർഭധാരണവും, പ്രസവവും, 3 ആർത്തവ വിരാമം. ഈ 3 ഘട്ടങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് പ്രസവം, ഗർഭധാരണവും പ്രസവമാണ്. കാരണം അപ്പോഴുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾക്ക് തുല്യമായ വ്യതിയാനങ്ങൾ, ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്ക് അപ്പുറമുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ ഒരു സമയത്തും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരം ഹോർമോണൽ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് സാമൂഹികമായ ഒരു സംരക്ഷണം വേണം, ഒരു മാനസികമായ ഒരു സപ്പോർട്ട് വേണം. ഈ സമയത്ത് ചില പ്രത്യേക മാനസിക അസുഖങ്ങൾ വരാനുള്ള സാധ്യത സ്ത്രീകൾക്ക് കൂടുതലാണ്. സാധാരണ ഏതൊരു പൊരുത്തപ്പെടലുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായ പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ തുടങ്ങി നമ്മൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ വിഷാദ രോഗങ്ങൾ തുടങ്ങി തീവ്ര വിഷാദ രോഗങ്ങളും ചിത്തഭ്രമം ഉൾപ്പെടെയുള്ള മാനസിക രോഗങ്ങൾ വരാൻ, അതായത് ഇതിനു മുമ്പ് യാതൊരു മാനസിക രോഗവും ഇല്ലാതിരുന്ന ഒരു സ്ത്രീക്ക് പോലും മാനസിക രോഗം വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഗർഭധാരണവും പ്രസവവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് സമൂഹത്തിൻ്റെയും തൻ്റെ പങ്കാളിയുടെയും ഒക്കെ ഒരു സപ്പോർട്ട് വളരെ ആവശ്യമാണ് എന്നുള്ളിടത്ത് നിന്നാണ് പറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, അതായത് ഈ ഗർഭാവസ്ഥയിൽ പല സ്ത്രീകൾക്കും ഈ നേരിയ തോതിലെങ്കിലും ഡിപ്രഷൻ പോലുള്ള മാനസികമായ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. തീർച്ചയായും ആ സമയങ്ങളിൽ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ സാമീപ്യം അവൾ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും. ഡോക്ടറിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോൾ ചലച്ചിത്ര താരമായ ശ്വേതാ മേനോൻ കൂടി നമുക്കൊപ്പം ശരിയാണ്. ശ്രീമതി ശ്വേതാ മേനോൻ, സ്വാഗതം ഷീ ന്യൂസിലേക്ക്. ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, നമ്മളുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി വെച്ചിട്ട് പണ്ട് തുടങ്ങി, അല്ലെങ്കിൽ ഗർഭകാലഘട്ടം സ്ത്രീകൾക്ക് പിന്നെ റെസ്റ്റ് എടുക്കേണ്ട കാലഘട്ടമാണ്. അവർ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ടുണ്ട്. വീടിനുള്ളിൽ ഇരിക്കുക, കൃത്യമായ ദേഹസംരക്ഷണം നോക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പണ്ട് തുടങ്ങി സമൂഹം അല്ലെങ്കിൽ പൂർവികർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു താങ്കളുടെ ഗർഭം. താങ്കളുടെ ഗർഭം ആഘോഷിക്കുകയായിരുന്നു ചെയ്തത്. അത് ഒരു തരത്തിൽ മൂടി വയ്ക്കപ്പെടേണ്ടതല്ല, അല്ലെങ്കിൽ സ്ത്രീ വീട്ടിലിരിക്കേണ്ടതല്ല, അതിനെ നമുക്ക് ആഘോഷമാക്കാം. അതിൻ്റെ ഒരു മേന്മയൊക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ളതായിരുന്നു താങ്കളുടെ ഗർഭധാരണവും പ്രസവവും ഒക്കെ. എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഗർഭകാലത്തെ ഒരു ആഘോഷമാക്കാൻ? ഭർത്താവിൽ നിന്നുള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ ഇങ്ങനെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും, അല്ലാതെ എൻ്റെ ബോഡി എൻ്റെ കൂടെ അത്ര സപ്പോർട്ട് ചെയ്യും, അല്ല ഇമോഷണലി എനിക്ക് സപ്പോർട്ട് കിട്ടും, എൻ്റെ കുഞ്ഞ് വളർന്ന കുഞ്ഞ് അത്ര സപ്പോർട്ടായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് തീരെ തോന്നിയില്ല. പക്ഷെ ഞാൻ സത്യം പറയാണ്, ഭയങ്കര ഒരു പ്രിവിലേജ്ഡ് പേഴ്സൺ ആണ് ഞാൻ. ഭയങ്കരമായി ആഘോഷിച്ചു. അത് മാത്രമല്ല, എനിക്ക് ശ്രീന്റെ, ദാറ്റ് ഇസ് മൈ ഹസ്ബൻഡിന്റെ ഭയങ്കരമായ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. മോർ ദാൻ ദാറ്റ്, എല്ലാം ഫ്രീഡം. ഐ തിങ്ക് മോർ ദാൻ ഹസ്ബൻഡ്, എന്റെ ഡോക്ടർ, എന്റെ ഡോക്ടർ നമ്മൾ രണ്ടാളും ഇരുത്തിയിട്ടുള്ളത്, ലിസൺ, പ്രഗ്നൻസി ഒരു ഡിസീസ് അല്ല, ഇത് ആഘോഷിക്കുക. ബിക്കോസ് ഈ 9 മാസം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം വേറെ ഒരു ജീവിതമായി മാറാൻ പോവാണ്. അപ്പോ അതിന് നേരിട്ട് വരുന്ന മുമ്പേ ഐ എൻജോയ് ദിസ് ടൈം. ആൻഡ് അത് നമ്മൾ സത്യമായിട്ട് അങ്ങനെ ലിറ്ററലി എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഡോക്ടർ, പിന്നെ മൈ ഹസ്ബൻഡ്, പിന്നെ ഓഫ് കോഴ്സ് മൈ പേരൻസ്, മൈ ഇൻലോസ്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആരും എന്നോട് വീട്ടിലിരിക്കണം, അല്ലാതെ എന്താ പറയാ വർക്ക് ചെയ്യരുത്, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. മോർ സോ ഞാൻ പ്രഗ്നന്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ 4 പടം ഉണ്ടായിരുന്നു. ഞാൻ അവര് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോ പ്രോബ്ലം, യു ക്യാൻ വർക്ക്. സോ അതന്നെയാണ് എനിക്ക് തോന്നിയത്. ഐ തിങ്ക് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മൾ എങ്ങനെ അതിന് കാഴ്ച അത് നോക്കണു, അങ്ങനെയാണ് നമ്മളെ ആൾക്കാർ നോക്കുക. ശ്വേത, നമ്മളിപ്പോൾ ഒരു ചർച്ചയിലാണുള്ളത്. അതായത് കേരളം ഉടനീളം അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തൊട്ടാകെ ചർച്ച നടക്കുന്നു, പെറ്റേണിറ്റി ലീവ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. താങ്കളുടെ അനുഭവത്തിൽ ഐ ഫീൽ ആവശ്യമുണ്ട്. ബിക്കോസ് ഞാനൊരു 5th month അല്ല 6th month ആയപ്പോ എനിക്ക് തോന്നി, ഇനി എനിക്ക് മുന്നോട്ട് പോണെങ്കിൽ എൻ്റെ പാർട്ട്ണറിന്റെ കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ട് ഒരു സപ്പോർട്ട് വേണം എന്ന്. അത് ഞാനും ശ്രീയും ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ശ്രീ ജോലി വിട്ടിട്ട് അതൊരു ഫ്രീലാൻസ് ആയിട്ട് ശ്രീ ചെയ്തത്. പക്ഷെ അത് ശ്രീക്ക് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ചെയ്യണമെന്ന് അത് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് ഹാപ്പൻ. പക്ഷെ എനിക്ക് ആ ലക്ക് ഉണ്ടായിരുന്നു ദാറ്റ് ശ്രീ കുഡ് ഡു ഇറ്റ്. അതുകൊണ്ട് നമ്മൾ പക്ഷെ പെറ്റർണിറ്റി ലീവ് അല്ലാതെ ഒരു ഹസ്ബൻഡിന്റെ സാന്നിധ്യം, ഒരു കുഞ്ഞിന്റെ, ഞാനെല്ലാം പറഞ്ഞ പ്രസവം സമയത്ത് വരെ എൻ്റെ ഹസ്ബൻഡ് വേണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതില്ല തൊട്ടിട്ടില്ല. എനിക്ക് ഭാഗ്യം കിട്ടിയ ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, ഹസ്ബൻഡ് പ്ലേസ് മോർ ഇമ്പോർട്ടൻറ്റ് റോൾ
ദാൻ എ മദർ എന്നാണ് ഞാൻ പറയാം. ശരിയാണ്, വളരെ ശരിയാണ് ശ്വേത. താങ്കളുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ഡോക്ടർ ശ്വേത മേനോനെ പോലെ, അല്ലെങ്കിൽ നമ്മൾ കേരളം ഒരുപാട് ചർച്ച ചെയ്തിരുന്നു ശ്വേതയുടെ പ്രസവവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ. ഒരു സ്ത്രീ തന്നെ പറയുകയാണ്, അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ തന്നെ പറയുകയാണ് പെറ്റേണിറ്റി ലീവ് ആവശ്യം തന്നെയാണെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 15 ദിവസത്തെ ലീവ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്രത്തോളം പ്രായോഗികമാണ് നടപ്പിലാക്കുക എന്നുള്ളത്? പെറ്റേണിറ്റി ലീവ് നമ്മൾ ലോകവ്യാപകമായി നടപ്പാക്കിയതെന്ന് പരിശോധിച്ചാൽ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഒരു റെക്കമെൻഡേഷൻ തന്നെയുണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കണം നടപ്പാക്കേണ്ടതെന്ന്. പക്ഷേ നാം ഒന്ന് പരിശോധിച്ചാൽ അവർ 2014 പുറത്തിറക്കിയ ഒരു പഠനത്തിൽ ചില രാജ്യങ്ങളെ അവർ അപഗ്രഥിക്കുകയുണ്ട്. അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അമേരിക്കയിലും സുറിനാമിലും പപ്പുവ ന്യൂഗിനിയിലും, ഇപ്പോൾ സുറിനാമും പപ്പുവ ന്യൂഗിനിയിലും എന്തവസ്ഥയിലാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു പെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞ ആശയം ഇപ്പോഴും അങ്ങോട്ട് പ്രാബല്യമായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലെ ഏകദേശം 10 ദിവസം ഒരു ഡെലിവറിക്ക്, ഒരു പ്രഗ്നൻസിക്ക് ശേഷമുള്ള ഡെലിവറിക്ക് 10 ദിവസം വെച്ച് 2 പ്രാവശ്യമായി കൊടുക്കാൻ പറ്റും. ഇതിലെ പ്രായോഗികത ഒട്ടും തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമല്ല. കാരണം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പഠനങ്ങളിലൊക്കെ തന്നെ പറയുന്നത് നമുക്കൊരു 3-3.5 വയസ്സ് വരെ ഒരു കുട്ടിയെ നോക്കേണ്ടി വരും. മനുഷ്യ ശിശു ഏറ്റവും ദുർബലനായ ഒരു ശിശുവാണ്. കാരണം 20-22 വയസ്സാകുമ്പോഴാണ് എൻ്റെ തലച്ചോറ് പൂർണ്ണമായ വളർച്ചയിലും വികാസത്തിലും എത്തുന്നത്. അതുവരെ നാം ആ കുട്ടിയുടെ, ആ കൗമാരക്കാരൻ്റെ, ആ യുവാവിൻ്റെ പുറകെ പോകേണ്ടി വരുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു 1000 ദിവസം, ആദ്യത്തെ ഒരു 1500 ദിവസം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 3-3.5 വർഷം വരെ ഏകദേശം ആ കുഞ്ഞ് പ്ലേ സ്കൂളിൽ എത്താൻ പാകമാകുന്നത് വരെ ഈ 2 പേരുമായിരിക്കണം നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 3 വർഷം അമ്മയ്ക്കും 1 വർഷം അച്ഛനും, അല്ലെങ്കിൽ ഒരു 6 മാസം വരെ അച്ഛനും ലീവ് കൊടുക്കുകയും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 1 വർഷം അമ്മ 11 മാസം 1 മാസം അച്ഛൻ നോക്കുക എന്ന് പറയുമ്പോൾ ആ സമയം മാത്രമല്ല അച്ഛൻ നോക്കേണ്ടത്. ആ 2 സമയത്തും അവരുണ്ടാവണം. ഇതിലൊരു പ്രാധാന്യം അച്ഛൻ എടുക്കുകയും ആ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് 2 മാസമോ 3 മാസമോ ഒക്കെ ആക്കി മാറ്റുന്ന രീതിയിലേക്ക് നിയമങ്ങൾ ഉണ്ടാകണം. അത് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ഇത് വരണം. കാരണം നമുക്കറിയാം, ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ മാനസികാരോഗ്യം സ്വാഭാവികമായും ആ ഓർഗനൈസേഷൻ്റെ മാനസിക ആരോഗ്യമായി മാറുകയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി, ജോലി ചെയ്യാനുള്ള താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിലുള്ള ക്ഷമതയും ഒക്കെ കൂടുമെന്ന് ധാരാളം പഠനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക, വീട്ടിൽ അമ്മയും കുഞ്ഞിന് അസുഖമാണ്, അമ്മ മാത്രമാണ് കുഞ്ഞിനെ നോക്കാനുള്ളത് എന്ന അവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ഒന്ന് ആലോചിക്കുക. അപ്പോൾ അത് പൂർണ്ണമായും ഈ കുഞ്ഞ് ആശുപത്രിയിലാവുമ്പോഴൊന്നും ലീവ് കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു 6 മാസമെങ്കിലും, ഒരു 2.5-3 വർഷത്തോളം സ്ത്രീകൾക്കും ഏകദേശം ഒരു 6 മാസമെങ്കിലും പുരുഷന്മാർക്കുൾപ്പെടെ പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം സൂചിപ്പിച്ചതുപോലെ, നേരത്തെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ, ഈ പുരുഷനത് വെറുമൊരു അവധി ആക്കരുത് എന്ന് ഉറപ്പാക്കാനുള്ള എന്തെങ്കിലും ഒരു രീതി കൂടി ഉണ്ടാവണമെന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഈ ആരാണ് പെറ്റേണിറ്റി ലീവ്, ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ ഈ പെറ്റേണിറ്റി ലീവ് നടപ്പാക്കാൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ഈ മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, അതായത് സ്ത്രീകൾക്കുള്ള പ്രസവാവധി ആദ്യം 3 മാസക്കാലമായിരുന്നു. സ്ത്രീകളുടെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്, അവർ അതിനുവേണ്ടി മുൻകൈ എടുത്തത് കൊണ്ടാണ് അത് 3 മാസത്തിൽ നിന്ന് 6 മാസമായി സർക്കാർ തന്നെ അനുവദിച്ചത്. പുരുഷന്മാർ ഇക്കാര്യത്തിലൊരു മുൻകൈ എടുക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു പെറ്റേണിറ്റി ലീവ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും വാക്കുകളിലും ചർച്ചയിലും മാത്രം ഒതുങ്ങുന്നത്? ഇപ്പോഴും പെറ്റേണിറ്റി ലീവ് നടപ്പാക്കിയിട്ടില്ല അമേരിക്കയിൽ. പക്ഷേ അമേരിക്കയിൽ 1969 ഒരു നീക്കമുണ്ടായി. ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു മകൾ ജനിച്ചപ്പോൾ അമേരിക്കൻ കോടതിയെ സമീപിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് അമേരിക്കയിൽ ഈ പെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ വേണ്ടത്, നമുക്ക് പഠനങ്ങളുണ്ട്, ധാരാളം പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവിൽ നിന്നും ആ അറിവ് എങ്ങനെ പ്രയോഗിക്കാമെന്നതിലേക്കുള്ള ഒരു പ്രശ്നമാണ് നാം അവിടെ കാണുന്നത്. തീർച്ചയായും ഇതിന് മുൻകൈ എടുക്കേണ്ടത് പുരുഷന്മാർ തന്നെയാണെന്ന് ഞാൻ പറയും. പക്ഷേ അങ്ങനെ പുരുഷന്മാർ മാത്രമാണ് ഇത് എടുക്കേണ്ടത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്ത്രീ സംഘടനകളും പുരുഷന്മാരും ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു നീക്കം ഇതിനുണ്ടാവണം. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ധാരാളം പഠനങ്ങളിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്, കുഞ്ഞിന് 3 വർഷം കഴിഞ്ഞ് അസുഖം വരുന്നത്, അവരുടെ ഇൻഫെക്ഷൻ റേറ്റ് വളരെ ഗണ്യമായി കുറയുന്നു എന്നാണ്. എന്തിനധികം കുട്ടിക്കുണ്ടാകുന്ന ഡയറിയൽ എപ്പിസോഡ്സ്, അവർക്കുണ്ടാകുന്ന വയറിളക്കം ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ കുട്ടിക്കുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഈ പറ്റേണൽ ലീവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെയും ഭാഗമായി ഉള്ള ഒരു നീക്കം ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ഒരു അവധി അനുവദിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുകയും വേണം. തീർച്ചയായും ഡോക്ടർ, ഇപ്പോൾ ആക്ട്രസും ആക്ടിവിസ്റ്റും കൂടിയായ കസ്തൂരി കൂടി നമുക്കിപ്പം ചേരുകയാണ്. ശ്രീമതി കസ്തൂരി, കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അമ്മയ്ക്ക്
മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്ന പോലെ പാറ്റേണിറ്റി ലീവ് വേണമോ എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ കുഴപ്പമില്ലല്ലോ? സംസാരിക്കാം. ബിക്കോസ് നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഐ കൻ തിങ്ക് ഫാസ്റ്റർ ഇൻ ഇംഗ്ലീഷ്, സോ യു കൻ ട്രാൻസ്ലേറ്റ് ഇറ്റ്, ഐ ഗെസ്. Maternity leave is very, very important because biologically the newborn needs the mother. But in the Indian society, I think we have a lot of support system for mother and child. So paternity leave in the Indian context, we are not foreign country where only two parents are there to look after the child. Here we have family support from both sides usually. So from a bonding point of view, I think 1 or 2 weeks is sufficient. I think 1 week, 10 days is sufficient as paid paternity leave. More than that, I feel it can also be used to watch movies and cricket. I don't think, first we need parental education in India. We need fathers to play a role even when the mother is pregnant. Here, women are sent away to their maika, to their mother's houses, and everything gets taken care of there. Not many husbands are part of the birthing process. All that has to change before we can justify paternity leave. But I do think it is necessary for the newborn child to bond with the father. That is my view. ഓക്കെ, വളരെ നന്ദി കസ്തൂരി പ്രതികരിച്ചതിന്. ഡോക്ടർ കസ്തൂരിയും പറയുന്നത് അത് തന്നെയാണ്, ആവശ്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ള അതായത് ഒരു അവയർനെസ് ആണ് ആവശ്യം എന്നാണ് അവരും കൂടെ പറയുന്നത്. അതായത് ഒരു മാതാപിതാക്കളാകാൻ ഒരുങ്ങുന്ന ആൾക്കാർക്ക് ആ രീതിയിലുള്ള ഒരു അവയർനെസ് കൂടി കൊടുക്കേണ്ടതാണ് എന്നാണ് ശ്വേത മേനോനും പറഞ്ഞത്, കസ്തൂരിയും പറഞ്ഞത്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ കൃത്യമായി നടക്കുന്നുണ്ടോ? നോക്കൂ, നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് മാതാപിതാക്കളാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു യോഗ്യതയും വേണ്ട. യാതൊരു യോഗ്യതയും ഇല്ലാതെ തന്നെ നമുക്ക് മാതാവും പിതാവും ഒക്കെ ആവാം. യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാൻ പോലും വലിയ യോഗ്യതയൊന്നും ആവശ്യമില്ലാത്തവരുടെ ഒരു നാടാണ് നമ്മുടേത്. പല വികസിത രാജ്യങ്ങളിലും നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ദേശീയഗാനം ഒന്ന് തെറ്റാതെ പാടണമെന്നൊരു റിക്വയർമെൻ്റ് ഉണ്ട്. അത് അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. ഇത് മറ്റൊന്നുമല്ല, സ്വന്തം രാജ്യത്ത് ദേശീയഗാനമെങ്കിലും കാണാപ്പാടം പഠിച്ച് പാടാൻ പറ്റുന്ന അത്രയും ബുദ്ധി ഉണ്ടോ നമുക്ക് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളിത് പരിശോധിക്കുമ്പോൾ ഇത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. ഇതിൻ്റെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്, ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. ഈ ജെൻഡർ ഡിഫറൻസിൽ നമ്മൾ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു സ്ത്രീയാണ് 10 മാസം ഈ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ളൊരു കെയർ, നേരത്തെ മാഡം സൂചിപ്പിച്ചിരുന്നു, എനിക്ക് മനസ്സിലായത് 10-15 ദിവസം മതി, അതിനുശേഷം ആവശ്യമില്ലെന്നാണ്. ഞാൻ അങ്ങനെയല്ല കാണുന്നത് അതിനെ. അതായത് ആ ലീവ് ഒരു 10-15 ദിവസം എന്നുള്ളത് മാറ്റി ഒരു 3 മാസമോ 4 മാസമോ 6 മാസം വരെ ആവാമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അത് നിയമസാധുത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കപ്പെടേണ്ടത്. ഈ 6 മാസം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ കുഞ്ഞിന് ആദ്യത്തെ ഒരു 3.5-4 വയസ്സിൻ്റെ ഇടയിലാണ് കുട്ടികൾക്ക് ഇൻഫെക്ഷൻസും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ അവർക്കത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനുള്ള, അവർക്കത് ഇപ്പോൾ കുഞ്ഞിന് അസുഖമാണെങ്കിൽ ആ ഒരു സമയത്ത് ലീവ് എടുക്കാനുള്ള ഒരു തീർച്ചയായും ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗർഭകാലം അല്ലെങ്കിൽ പ്രസവം കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് സ്ത്രീയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഉത്തരവാദിത്തമല്ല, അത് പുരുഷനും സ്ത്രീയും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അപ്പോഴേ ആരോഗ്യകരമായ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂ. അവർ നാളെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ പറ്റൂ എന്ന് തന്നെയാണ് നമ്മുടെ ഈ ചർച്ച തെളിയിക്കുന്നത്. സമയക്കുറവ് മൂലം തൽക്കാലം നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്, പ്രതികരിച്ചതിന്. ഒപ്പം ശ്വേത മേനോനും കസ്തൂരിക്കും നന്ദി അറിയിക്കുന്നു.